ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് ഫ്രം സെബി. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും നേഴ്സസിനുള്ളതാണ്. ഇത് ഒത്തിരി സെക്ഷനിലേക്കുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അയർലാൻഡിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വേക്കൻസിക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ആർക്കൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ DM-ൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബ് ചാനലിൽ കയറി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഏതൊരു ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമ്മൾ തരുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഇത് മറ്റുള്ളവരിലേക്ക് റീച്ച് കിട്ടുക. എനിക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വഴി എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന കുറച്ചധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. അവരോടാണ് എനിക്കിത് പറയാനുള്ളത്. നിങ്ങൾ എന്നെ എത്രത്തോളം തളർത്താൻ ശ്രമിക്കുന്നതോറും ഞാൻ അത്രത്തോളം ഉയർന്നുകൊണ്ടേയിരിക്കും. എൻ്റെ അത് മുന്നേ ഇപ്പോൾ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് അങ്ങനെ വിഷമമൊന്നും വരുന്നത് നിങ്ങൾ ഇതിൽ എൻ്റെ ചാനലിനെ റിപ്പോർട്ട് അടിച്ച് പൂട്ടിച്ചാലും ഞാനിരുന്ന് വിളിക്കുന്ന ഒരാളല്ല. ഇന്ന് പൂട്ടിച്ചാൽ നാളെ പുതിയതായിട്ട് വരും. മനസ്സിലായില്ലേ? ഇത് ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പൂട്ടിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് പേരുണ്ട്. അവരോടാണ് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പൂട്ടിക്കാൻ നോക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജോബിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ കൊടുക്കും. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാം. സ്റ്റോറീസിന് ലൈക്കും കമൻസൊക്കെ തരാം. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചാനൽ മിസ്സായി പോകാതിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ജസ്റ്റ് ഒരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ കയ്യിൽ വയ്ക്കുക. എനിക്കിത് നിങ്ങളോട് മാത്രമേ പറയാനുള്ളൂ, മറ്റാരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് കോൺടാക്ട് നമ്പറും ഇമെയിൽ അഡ്രസ്സും എല്ലാം യൂട്യൂബ് ചാനലിലെ വരുള്ളൂ. ചാനലിൻ്റെ നെയിം ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ മെയിൻ പേജിൽ യൂട്യൂബിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. എല്ലാ ദിവസവും നമ്മൾ ജോബ് നോട്ടിഫിക്കേഷൻസ് കൊടുക്കുന്നതായിരിക്കും, ജോബ് അപ്ഡേറ്റ്സ് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഈ ഒരു വേക്കൻസിയുടെ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ എന്നുള്ളത് നമുക്ക് നോക്കാം. റിക്വയർമെൻറ്റ്സ് എന്താ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം. BSc, പോസ്റ്റ് BSc, GNM, അതുപോലെ തന്നെ MSW, BSW, BPT, ഇങ്ങനെ 7 സെക്ഷനിൽ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിനിമം 2+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. മെയിൽസിനും ഫീമെയിൽസിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും. മെയിൽസിന് ഏജ് ലിമിറ്റ് അപ് ടു 40 ആൻഡ് ഫീമെയിൽസിന് ഏജ് ലിമിറ്റ് അപ് ടു 35. ഓക്കെ, പിന്നെ ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് ലൈസൻസ് മാൻഡേറ്ററി ആണ്. അതും 4-wheel ഡ്രൈവിംഗ് ലൈസൻസ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഏജൻസിയുമായി കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതാണ്. എൻ്റെ ഏജൻസി വരുന്ന കേരളത്തിലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ CV, അപ്ഡേറ്റഡ് CV, ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ പറയുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിന് എല്ലാ കാര്യങ്ങളും സെൽഫായിട്ട് അന്വേഷിച്ചിട്ട് വേണം പ്രൊസീഡ് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ആഡ്സ് പറയുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, എൻ്റെ എല്ലാ റീൽസിലും ഞാൻ അത് തന്നെയാണ് പറയാറുള്ളത്. നമുക്ക് ഇതായിട്ട് ഇടുന്ന എല്ലാം അന്വേഷിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ പുതിയൊരു വേക്കൻസി ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.